വാർത്തകൾ തുടരുന്നു. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ PR അരവിന്ദാക്ഷന്റെയും CK ജിൽസന്റെയും ജാമ്യാപേക്ഷ കലൂരിലെ പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കും. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇടിക്ക് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഇരുവരുടെയും ആവശ്യം. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ജാമ്യം വേണമെന്ന ആവശ്യമാണ് ഇരുവരും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് ED ഈ ജാമ്യാപേക്ഷയെ എതിർക്കുന്നത്? രേണുക, ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരുക തന്നെ ഒരു നടപടിയായിരിക്കും കോടതിയിൽ ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ED നേരത്തെ ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് വാദമുഖങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഈ അന്വേഷണം നടക്കുന്നത് ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് അതിലുണ്ടായിരിക്കുന്ന ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇത് രണ്ടാം കുറ്റപത്രം സമർപ്പിച്ച ശേഷം രണ്ടാം ഘട്ട അന്വേഷണമാണ് നടക്കുന്നത്. ഈ അന്വേഷണത്തിൽ പ്രധാനമായും ചെന്നെത്തിയിരിക്കുന്നത് CPMന്റെ ചില പങ്കിനെ കുറിച്ച് എന്ന് തന്നെയാണ് ED സമർത്ഥിക്കുന്നത്. CPMന്റെ ലോക്കൽ ഘടകത്തിന്, പ്രാദേശിക ഘടകത്തിന് അവിടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 2 അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞിരുന്നത് പിന്നീടുള്ള EDയുടെ അന്വേഷണത്തിൽ അത് 5 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് EDയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഈ അക്കൗണ്ടുകളിലൂടെ വലിയ തുകകൾ, വൻതുകകൾ തന്നെയാണ് വന്ന് പോയിരിക്കുന്നത്. ഈ വന്നിരിക്കുന്ന പണം പ്രധാനമായും അനുമാനിക്കുന്നത് പല ബനാമി ഇടപാടുകൾക്കും കമ്മീഷനായി ലഭിച്ച പണമാണ് എന്നാണ് ED പറയുന്നത്. EDക്ക് അത് സംബന്ധിച്ച കാര്യങ്ങളിലേക്ക്, വസ്തുതകളിലേക്ക് കടക്കുന്നതിന് കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അവർ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ പണം കൈകാര്യം ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ഇനിയും EDയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നവർ വെളിപ്പെടുത്തുന്നില്ല. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി M. വർഗീസ് ഹാജരായപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്കറിയില്ല, സംസ്ഥാന നേതൃത്വത്തോട് ചോദിക്കുമെന്നത് അടക്കമുള്ള മറുപടികളാണ് ലഭിച്ചത്. ഈ പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ പണം ആർക്കൊക്കെ കൈമാറി എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവർക്കെല്ലാം അറിയാം. ഇപ്പോഴുള്ള PR അരവിന്ദാക്ഷനും അതോടൊപ്പം തന്നെ ജിൽസനും എല്ലാം തന്നെ കൃത്യമായി അറിയാം. അവർക്കെല്ലാം തന്നെ പങ്കുള്ള ഒരു ഇടപാടുകൾ തന്നെയാണ് ഇതിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇവർക്കെല്ലാം ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തിൻ്റെ തുടർച്ചയെ അത് വളരെ പ്രതികൂലമായി ബാധിക്കുമെന്ന വാദമുഖങ്ങൾ തന്നെയാണ് ED കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉയർത്തിയത്. എന്നാൽ അതേസമയം തങ്ങൾക്കെതിരെ ED തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കുകയാണ്. ED പറയുന്ന കാര്യങ്ങളല്ല സത്യത്തിൽ നടന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തങ്ങൾക്കെതിരെ ഇല്ല. ED ഉണ്ടാക്കുന്ന പുകമറ മാത്രമാണ് ഇത് ഉള്ളത് എന്നാണ് ഇരുവരും ഈ വാദങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. തങ്ങൾക്കെതിരെ പ്രത്യക്ഷമായോ പരോക്ഷമായോ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നതടക്കമുള്ള വാദങ്ങൾ ഇവർ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കോടതിയിൽ നിന്നും തന്നെ വാദം തുടരും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിലാണ് വാദം. അതോടൊപ്പം തന്നെയാണ് ഈ കേസിൽ ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന് EDയുടെ പക്കലുള്ള രേഖകൾ തങ്ങളുടെ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് വിട്ടുകിട്ടണമെന്ന ഒരു ആവശ്യം അവർ പലതവണ ഉന്നയിക്കുന്നു. ED അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആവശ്യവും ഈ കോടതി തന്നെ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഈ ഹർജിയും പരിഗണനയ്ക്ക് വരുന്നുണ്ട്. രേണുക, ശരി ഡാനി, കൊച്ചിയിൽ നിന്ന് തന്നെയാണ്